ഹലോ ഗൈസ്, അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഐ എം ബാക്ക് ടു യൂട്യൂബ്. ഞാൻ ആദ്യമായിട്ടാണല്ലേ, ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോയിൽ. അപ്പോൾ ഇനി മുതൽ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഞങ്ങളൊരു പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതെങ്ങനെ പറയാ, ഞങ്ങളുടെ കൂടെ ഒരു ആളും കൂടി ഉണ്ട്. അതെവിടെ കാണുന്നുണ്ടോ? അവനും കൂടി ഉണ്ട്. അവനിവിടെ നിന്ന് കിട്ടിയതാണ്. ഞാൻ ഇടയ്ക്ക് അവന് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാറുണ്ട് ഷോപ്പിലൊക്കെ വരുമ്പോൾ. ഞാൻ അതിന് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ കടയ്ക്ക് വരുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ നമ്മുടെ പിന്നാലെ വന്ന് അവിടെ നിന്ന് കണ്ടിട്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ പുതിയൊരു സംരംഭം, അതായത് ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം കുറേ നാളായി ഞങ്ങൾ തീരുമാനിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിക്ക് കുറേ നാളായി ചിന്തിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു തുടക്കം കുറിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം മെറ്റീരിയൽസ് പല ദിവസങ്ങളിലായിട്ട് എടുക്കുന്ന വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം അങ്ങനെയാണ് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു. അത് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇടാട്ടോ. ഇതിന്റെ കൂടെ തന്നെ അതും ആഡ് ചെയ്യാം. ശരിക്കും വീഡിയോ എടുക്കാൻ കുറച്ച് വൈകി, നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു 7 മണിക്ക് ആയിട്ടുണ്ട്. വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് എടുക്കുന്ന വീഡിയോ. നമ്മളിപ്പം എറണാകുളം ബ്രോഡ്വേയിലേക്കാണ് പോകുന്നത് സാധനങ്ങൾ വാങ്ങാൻ. നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് അധികം അങ്ങോട്ട് എടുക്കുന്നില്ല. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് അല്ല നമ്മൾ ചെയ്യുന്നത്. ചെറിയ രീതിക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും സ്റ്റാർട്ടിങ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ബ്രോഡ്വേന്ന് കണ്ടോ, ഇതാണ് കേട്ടോ ഈ സ്ഥലം. ഇങ്ങോട്ടൊക്കെ ഒരു വഴിയാണ്. ആ അറ്റം വരെയൊക്കെ ഫുള്ള് റോഡുണ്ട്. ഇതൊക്കെ ലേക്കാണ്, പക്ഷെ അവിടെ മരങ്ങളുള്ള കാരണം കാണില്ല. ഇത് മറ്റേ പെരിയാറിൻ്റെ തന്നെ എന്തോ ഒരു കൈവഴിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നീ ഞങ്ങളുടെ കൂടെ അവിടെ വരെ വരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാം. നീ ഉണ്ടോ? അമ്മേ, ഞങ്ങൾ ഇവന് എന്തെങ്കിലും ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കട്ടെ. നമ്മളപ്പോൾ ആ പട്ടിക്കുട്ടിക്ക് ബിസ്ക്കറ്റ് ഒരെണ്ണം മേടിച്ചു കൊടുക്കാൻ വന്നാൽ കുറേ നാളായി മേടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാൻ വെച്ചാൽ കുറേ നേരമായി നമ്മുടെ കൂടെ അങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുക, എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ വിചാരിച്ച്. കിട്ടിയാ എന്തിട്ടാ? ഉഴുന്നോടൊന്നും കഴിക്കില്ല, അതുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ആ പട്ടിക്കുട്ടിക്ക് ആ ഉഴുന്നുവടയൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മൾ വന്നിട്ടുള്ളത് ചങ്ങമ്പുഴ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്, അവിടേക്കാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കയറിയത് നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് മനസ്സിലായി. എപ്പോഴും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ പാട്ടൊക്കെ കേട്ടിട്ട് ഒരു ചേട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞങ്ങൾ. അപ്പോൾ എന്തായാലും പുറത്ത് നിൽക്കണേക്കാട്ടും നല്ലതല്ലേ ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയിരുന്നത്. പിന്നെ ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ വന്നു കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി, കാരണം ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ നേരെ നമ്മുടെ ഒരു ചേട്ടനുണ്ട് ഇവിടെ, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് പോലെയാ. അപ്പോൾ ആളുടെ അടുത്തേക്ക് ഒന്ന് വന്നാൽ ആള് ഫുഡ് ബ്ലോഗൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്ന സുഹിത്തേട്ടൻ. ആളിവിടെ കൊച്ചിയിലിനെ വർക്ക് ചെയ്യുന്ന. അപ്പോൾ ആൾക്ക് ഇതുപോലൊരു ചാനലുണ്ട്. അപ്പോൾ ആളുടെ ചാനലിൽ നമുക്ക് വീഡിയോ എടുത്ത് നോക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. ഒരു ഇൻസ്റ്റാഗ്രാം ഒരു പേജുണ്ട്, മറ്റേ ഇതൊക്കെ ചെയ്യുന്ന ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ വന്ന ആളുടെ കൂടെ. അപ്പോൾ പ്രോ വീഡിയോഗ്രാഫർ എന്തൊക്കെയോ പറഞ്ഞ് തള്ളുണ്ട്, എന്തൊക്കെയാണെന്നറിയില്ല. പള്ളിയിൽ പുതിയതായിട്ട് ഓപ്പൺ ആയതാണ്, ഇന്നായിരുന്നു ഇനാഗ്രേഷൻ തോന്നുന്നുണ്ട്. എന്തിനാ ബൃന്ദാവൻ റെസ്റ്റോറൻറ്റ്. ഒരു കുറേ ഇതുകളുണ്ട് ഇവിടെ, ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഇത് പുതിയതാ. അപ്പോൾ ഇന്ന് ലോഞ്ച് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ക്യൂ ഒക്കെ നിന്നിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. പിന്നെ പെട്ടെന്ന് സീറ്റൊക്കെ ഒഴിയുന്നുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് തോന്നുന്നുണ്ട് ഇപ്പോൾ ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഇഡ്ഡലിയും ദോശയാണ് ഞാൻ പറഞ്ഞത്.
അവിടെ അവള് പൊടി മസാല ദോശയും സുജിത്ത് ചേട്ടൻ പറഞ്ഞേക്കണത് മസാല ദോശയാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ബ്രോഡ്വേയിൽ പോയില്ല. അതിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടുത്തെ ഷോപ്പിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു 7 മണി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ വേറൊരു ഫാമിലി ഫ്രണ്ട് അല്ലേ, അങ്ങനെ ഫാമിലിയാണെന്ന് ചോദിച്ചാൽ ഫാമിലി അല്ല, നമ്മുടെ ഫ്രണ്ടാണ്. നമ്മുടെ അങ്ങനെ റിലേറ്റീവ് ഒന്നല്ല, പക്ഷേ നമ്മുടെ തറവാട്, ഞങ്ങളുടെ അല്ലല്ല അങ്ങനത്തെ റിലേറ്റീവ് അല്ല. ഇപ്പം ഞങ്ങൾ തൃശ്ശൂരൊക്കെ ഇങ്ങനെ തറവാട് വന്നെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ബന്ധുവാണ്. അപ്പോൾ സുജിത്ത് ആൾക്കൊരു ചാനലുണ്ട്. അപ്പോൾ ആളുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈപ്പപ്പായ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആളുടെ കൂടെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നേക്കായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം. അതെ, അപ്പുറത്തെ നാള് എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി. കട്ട് ചെയ്തില്ലേ? ഞങ്ങളപ്പോൾ റോഡിലേക്ക് പോക്ക് നടന്നില്ലേ, ഞങ്ങൾക്ക് വേറെ പ്ലാൻ 7 മണി കൊളാക്കി. ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റിലേറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് അല്ല, ഫ്രണ്ടാണെന്ന് വെച്ചാൽ ഫ്രണ്ട് അല്ല, ചേട്ടൻ സുജിത്ത് ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ്റെ ഇപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ സുജിത്ത് ചേട്ടനൊരു ഒരു ഇതുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ആളുടെ കൂടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നമ്മുടെ പള്ളിയിൽ വൃന്ദാവൻ്റെ പുതിയൊരു ഷോപ്പ് ഔട്ട്ലെറ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു. അപ്പം ഞങ്ങളുടെ പ്ലാൻ മൊത്തത്തിൽ മാറി. കാര്യങ്ങളൊക്കെ സുജിത്ത് ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉണ്ടായിരിക്കും. ചാനൽ തുടങ്ങുമ്പോഴേക്കും വലിയ വലിയ കാര്യങ്ങളൊക്കെ അലക്കണവള് ഒന്ന് റീച്ച് ആവട്ടെ ആദ്യം. അപ്പോൾ ഇതാണ് സംഭവം. ഞങ്ങളപ്പോൾ ബ്രോഡ്വേ എന്നോട്ടാണ് തുടങ്ങിയത്, പക്ഷെ എത്തി നിൽക്കുന്ന വൃന്ദാവനിലാണ്. അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ നിന്ന് മേടിക്കാണ്ട്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം. ബൈ. ഞങ്ങളപ്പോൾ ഇവിടെ ഹൈപ്പറിലേക്കാണ് വന്നിട്ടുള്ളത്. ഹൈപ്പർ അങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ എടുക്കല്ലേ. വിഷയായിട്ടാണ് കണ്ട പരിച്ചാട പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സെയിം സാധനം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് കിട്ടും. അപ്പം എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അത് ഗീവ് അവേ ആയിട്ട് വരും. ഇനി 3 പേർക്ക് ഷെയർ ചെയ്യാം, 4 പേര് സബ്സ്ക്രൈബ് ചെയ്യും. കട്ട് ചെയ്തു. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ലുലു ഹൈപ്പറിലെ തന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ട്, അവിടേക്കാണ്. നമ്മുടെ പേജിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ ലിസ്റ്റിലുള്ള ഒരുപാട് സാധനങ്ങളൊന്നും സത്യം പറഞ്ഞാൽ അവിടെ ഇല്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് റേറ്റ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നഖം വെട്ടി ഉണ്ടാക്കാറാം. ഇതിന്റെ കേസ് പാലാരിവട്ടം സെഷനിൽ നടക്കുന്നുണ്ട്. ഇത് ആളുടെ ചാനലിലേക്ക് ഇടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. 3, 4, 5, 6 ദിവസങ്ങളിൽ മറ്റേ 50% ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചേട്ടനാണെങ്കിൽ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രിൻ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പേജിലേക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് തന്നെ പ്രിൻ്ററിൻ്റെ ഒക്കെ റേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ള, അതായത് എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു പ്രിൻ്റർ എന്ന് പറയുന്നത് 25,000 ഒക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിച്ച പർപ്പസിന് വേണ്ടിയിട്ട് അത്രയും റേറ്റിൻ്റെ പ്രിൻ്റർ തന്നെ വേണം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം നമ്മളിപ്പോൾ തന്നെ വാങ്ങുന്നില്ല, ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമേ വാങ്ങുള്ളൂ. പക്ഷേ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു.
അങ്ങനെ നമ്മൾ നേരെ പോയത് ലുലുവിലെ ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്ലേസാണ് സത്യം പറഞ്ഞാൽ ഫുഡ് കോർട്ട്. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച്, പേജിനെ കുറിച്ച്, ചാനലിനെ കുറിച്ച്, പിന്നെ മാത്രമല്ല അതിൻ്റെ തന്നെ കുറേ അധികം സെറ്റിങ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു മിനിറ്റ് കുറച്ചുകൂടെ അങ്ങോട്ട് നിന്ന് എന്നെ പുറത്ത് കിട്ടുന്നില്ല. അപ്പം ഇന്നത്തെ ഷോപ്പിങ്ങും ഇതൊക്കെ കഴിഞ്ഞു. ഷോപ്പിങ്ങൊന്നും നടന്നില്ല. അല്ല ഷോപ്പിംഗ് അല്ല, വെറുതെ വന്നങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി. നമ്മൾ ബ്രോഡ്വേയിലേക്കാണല്ലോ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ റേറ്റും അല്ല ബ്രോഡ്വേയിലത്തെ റേറ്റ് ഇവിടുത്തെ റേറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലുലുവിലൊന്ന് കയറി നോക്കി. ഇവിടെ ജായി റേറ്റാ, ഇവിടെ നിന്ന് മേടിച്ച് നമുക്ക് നഷ്ടമാണ്. ബിസിനസ്സായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നല്ല ഓഫർ ഉണ്ട് തോന്നുന്നു. അല്ല 50% ഓഫർ ഉണ്ട്. 3 to 6 ദിവസങ്ങളിൽ 50% ഓഫർ ഉണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ചൊക്കെ സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്ന ഇങ്ങനത്തെ ഈ ഐറ്റംസിന് നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് പേജിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ്, കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് വേണം. പിന്നെ അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ്, കുറച്ച് സാധനങ്ങൾ, എന്താ പറയുക, വീഡിയോസൊക്കെ ഇടാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെ ഹൈപ്പറിലേക്ക് വന്നത്. സംഭവം ഇവിടെ ഉണ്ട് കുറച്ചൊക്കെ, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ല റേറ്റാണ്. അപ്പോൾ മേടിച്ചിട്ട് നമുക്ക് ബിസിനസ് നടത്തുമ്പോൾ നഷ്ടമാണ്. വെറുതെ വന്ന് എന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം സാധനം നമുക്ക് നാളെ ബ്രോഡ്വേയിൽ പോയിട്ട് അവിടെ ഒരു കണ്ടന്റായി. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേറെ കണ്ടന്റ് ആക്കാം. അതെ അതെ അതെ, കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കാലോ. അതെ, ഇനി മുതൽ സ്ഥിര വീഡിയോസ് ഉണ്ടാവും. അങ്ങനെ വിചാരിക്കണു. വിചാരിക്കുന്നു എന്നാലും ഇടും അല്ലേ? മിക്കവാറും ഇടും. അതെ, എങ്ങനെയും ഒന്ന് പിടിച്ച് കയറണം. അതെ. ഒന്നാമത്തെ കാര്യം, എൻ്റെ ചാനല് ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ നാളായിട്ട് വീഡിയോസ് 4 വർഷമൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. 4 വർഷം മുമ്പൊക്കെയാണ് ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അല്ല, ഇടയിലൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ആക്റ്റീവായിട്ട് ഇട്ടിട്ടുള്ളത് 4 വർഷം മുമ്പൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ഈ വീഡിയോയിലൊന്നും തീരെ വ്യൂസേ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചേട്ടനോടും രക്ഷപ്പെടണം. ഇനി വേണം രക്ഷപ്പെടാൻ. ജോലിക്കൊന്നും റിസൈൻ ചെയ്ത് വെറുതെ ഇരിക്കുക. അതെ, ഞങ്ങളുടെ കുറച്ച് ആഗ്രഹങ്ങളും പ്ലാനുകളും ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് സെറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പേജൊക്കെ ആയിട്ട് കുറെ ട്രോള് വരും. ഇന്നലെ 10ാം ക്ലാസ് പാസ്സായിട്ടോ. വെറുതെ പറയണേട്ടാ, ഞാൻ 5 കൊല്ലം ചെയ്തുണ്ട്. അല്ല 5 കൊല്ലല്ലേ, അല്ല എത്ര കൊല്ലായി? ഇത് കളവനെ 30 വയസ്സായിട്ടുണ്ട്. മീശയും താടിയൊക്കെ വെച്ചിട്ട് 19 വയസ്സായിട്ടുള്ളോ? ഏത് കൊല്ലം? ബോക്സ് 18 വയസ്സിന് താഴെ. വെറുതെ പറയണേട്ടാ, നഴ്സറി കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടുള്ളൂ. ആളുണ്ടോ ഇൻട്രോവേർട്ടാ. ആള് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ക്യാമറ കയ്യിൽ കിട്ടിയ ആള് നന്നായി സംസാരിക്കും. പക്ഷെ ഫ്രണ്ടിലേക്ക് വരില്ല. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാ. എന്റെ ഓഫീസിൽ ഞാൻ ഞാൻ എക്സ്ട്രോവേർട്ട് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായി. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഞാൻ ഭയങ്കര ഇതായി. 35 വയസ്സായ ആൾക്കാരെ അങ്ങനെ തന്നെയാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി സംസാരിക്കാൻ നിൽക്കണല്ലേ, ഇനി അടുത്ത വീഡിയോയിൽ വരാം. പറയാൻ വന്ന ഞാന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ഇടണം. നല്ല നല്ല കമന്റ് ഇട്ടാ എന്നെ അറിയണവരൊന്നും വന്നിട്ട് അദീഷ് പോപ്പിൻസ് ഇൻസ്റ്റാ പേജ് ലൈക്ക് അടിക്കുക. അല്ലാട്ടോ, അയാള് വെറുതെ പറയുന്നത് ഇയാൾക്ക് എപ്പോഴുള്ള ഇങ്ങനത്തെ സ്വഭാവം. അതെ, എന്റെ പേജിൽ എന്തോ പറയാൻ വന്ന എന്റെ ഫ്രണ്ട്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കമന്റ് ഇട്ടുള്ളൂ കേട്ടോ. അക്കൗണ്ട് ഒന്ന് റീച്ച് ആവട്ടെ ആദ്യം. അപ്പൊ ബൈ. അപ്പൊ നമുക്ക് നാളെ വേറൊരു കണ്ടന്റ് ആയിട്ട് കാണാം. ബൈ. ഇത് തലേ ദിവസത്തെ ക്ലിപ്പാണ് കേട്ടോ. നമ്മൾ നേരെ ഒരു വൈകുന്നേര സമയത്ത് ഇറങ്ങിയതാണ് ഇങ്ങനെ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ബ്രോഡ്വേക്ക് തന്നെയാണ്. അവിടെ ബ്രോഡ്വേയിൽ വെച്ചിട്ട് നമുക്കൊരു ഹോൾസെയിലിൽ ഒരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ പേജിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മളിവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്കറിയാത്ത മെറ്റീരിയൽസിനെ കുറിച്ചും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ ചേട്ടൻ, അവരുള്ള ആൾക്കാരൊക്കെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും ചെറിയ കാര്യമല്ല, ഭയങ്കരമായിട്ടുള്ള പണിയുള്ള കാര്യമാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവരോട് തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും നമ്മൾ ബൾക്കായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. കുറച്ച് സാധനങ്ങളാണ് ആദ്യം തന്നെ എടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോസ്റ്റുകളൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടുതൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വ്ളോഗുകളിലൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ കൂടുതൽ ബിസിനസ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.